ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ ഇത്തിരി പൂച്ചെടികളും അതുപോലെ തന്നെ നമ്മുടെ ഇത്തിരി പച്ചക്കറികളും പിന്നെ നമ്മുടെ ഇത്തിരി ഫ്രൂട്ട്സും ഒക്കെ കൂടെയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചീര തുടങ്ങാം അല്ലേ. ചീരകളൊക്കെ ആണെങ്കിൽ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാകിയിട്ട് പറിച്ച് നട്ട നമ്മുടെ ചുവന്ന ചീരയും അതുപോലെ നമ്മുടെ റെഡ് റോസ് ചീരയൊക്കെ കൂടി ഞാൻ ഇടകലർത്തി നട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നത് പുല്ലൊന്നും അല്ല കേട്ടോ. അതായത് കാടോ പുല്ലോ ഒന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചച്ചീരയെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നട്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ വിത്തൊക്കെ അങ്ങനെ വീണ് ഇടയ്ക്കൊരു മഴ പെയ്തപ്പോഴേ അതിൻ്റെ വിത്ത് കുറേ വീണിട്ട് കിളിർത്തതാണ് കേട്ടോ. അപ്പം നമ്മുടെ ചീര ഇത് നമ്മൾ പാകിയ പച്ചച്ചീരയാണ്. ഇതൊക്കെ ഏകദേശം ഇത്രത്തോളമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ആണല്ലേ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ. കുറേയൊക്കെ പറിച്ചെടുത്ത് ഒക്കെ ഞാൻ തണ്ടൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോഴേ അതൊക്കെ മാറ്റി കളഞ്ഞു വെച്ചാൽ വീണ്ടും നട്ട് കയറ്റി വിട്ടാണ് കേട്ടോ. അപ്പോൾ പൂവിട്ടു. അപ്പോൾ ചെറിയ ചെറിയ കായൊക്കെ ആയും വരുന്നുണ്ട്. പിന്നെ അടുത്തതാണ് നമ്മുടെ വെള്ളരിയാണ് കേട്ടോ. വെള്ളരിയാണെങ്കിലും അത്യാവശ്യം കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഒക്കെ പടർന്ന് പൂവൊക്കെ ആയി ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കായും ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രം. എല്ലാം കുറേശ്ശേ ഉള്ളൂ കേട്ടോ. എല്ലാ കൂട്ടവും ഓരോന്നോരോന്നൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇത്തിരി ഇത്തിരി മാത്രം. ഇത് നമ്മുടെ ബീൻസാണ്. കുറ്റി ബീൻസ് അല്ല, വള്ളി ബീൻസ് തന്നെ. അതായത് ഞാൻ പന്തലേ കയറ്റി വിട്ടതാണ് കേട്ടോ. ഇതേപോലെ 2-3 ഒരു തടത്തിൽ നട്ടിട്ട് നമ്മൾ പന്തൽ നെറ്റ് വലിച്ച് കെട്ടിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കയറ്റി വിട്ടു. പടർന്ന് കയറിയിട്ട് പൂവൊക്കെ ഇടാൻ തുടങ്ങി കേട്ടോ. അടുത്ത നമ്മുടെ പാവൽ കണ്ടോ. അപ്പോൾ പാവയ്ക്കാണെങ്കിലും ഞാൻ ഒരു പന്തല്ല ഫസ്റ്റ് 1-2 പ്രാവശ്യമൊക്കെ ഇട്ട് അതിൻ്റെ വിളവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ തടത്തിൽ തന്നെ വീണ്ടും തൈകൾ നട്ടു കൊടുത്തു. അപ്പോൾ അത് വീണ്ടും കഴിച്ചാണ് നമ്മുടെ പാവയ്ക്ക കേട്ടോ. നിലത്തോടെയൊക്കെ ഒരുപാട് വള്ളിയാക്കി മുന്നേ ഉള്ള തണ്ടൊക്കെയാണെങ്കിലും ഞാനന്ന് കട്ട് ചെയ്ത് വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തടത്തിൽ നിലത്തോടെയൊക്കെ പടർന്നിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു കുഞ്ഞു തോരൻ വെക്കാനൊക്കെ അതുപോലെയൊക്കെ ഒരു 2-3 ഉണ്ടെങ്കിൽ മതിയല്ലോ. പിന്നെ നമ്മുടെ പയർ. അപ്പോൾ പയറൊക്കെ ആണെങ്കിലും മുന്നേ നട്ടതൊക്കെ ഞാൻ അതായത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കളഞ്ഞ് പിന്നെ കുറേശ്ശായിട്ട് വീണ്ടും ഒക്കെ അങ്ങനെ നട്ടു കൊടുത്താണ് കേട്ടോ. നമ്മുടെ വള്ളിപ്പയറാണ്. അതും ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് കോവൽ കണ്ടോ. ഞാൻ മുന്നേ നമ്മുടെ മുറ്റത്തായിരുന്നു കേട്ടോ ഇതുപോലെ നെറ്റ് വലിച്ച് കെട്ടിയിട്ട് നമ്മുടെ കോവലൊക്കെ കയറ്റി വിട്ടത്. ഇപ്രാവശ്യം ഞാനത് അവിടുന്ന് തണ്ടൊക്കെ മുറിച്ച് മാറ്റി ഇത്തിരി നമ്മുടെ പറമ്പിൽ ഇത്തിരി സ്ഥലമുള്ള അങ്ങോട്ട് നട്ട് നെറ്റൊക്കെ വലിച്ച് കെട്ടി അതും കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ കുറച്ച് ആൾക്കാർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ നമ്മുടെ തണ്ണിമത്തൻ. എല്ലാവരും തണ്ണിമത്തനൊക്കെ പറിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ തണ്ണിമത്തൻ ആയി വരുന്നേ ഉള്ളൂ. ഞാൻ നടാനേ ഇത്ര ലേറ്റായിപ്പോയി കേട്ടോ. അതുകൊണ്ട് കായൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതൊക്കെ ഞാൻ നമ്മുടെ ഉണങ്ങിയ പുല്ലൊക്കെ എടുത്തിട്ട് മൂടി വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വഴുതനയിൽ നീല വഴുതന. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട്. പിന്നെ ഞാൻ എല്ലാം കൂടെ മിക്സാക്കി ഒരു സ്ഥലത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വെള്ള വഴുതന, അതുപോലെ നീളമുള്ള വഴുതന, പച്ച വഴുതന, ഇതെല്ലാം കൂടെ ഞാൻ ഇടകലർത്തി നട്ടു. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വ്ളാത്താങ്കര ചീരയാണ്. അപ്പോൾ അത് ഏകദേശം ഇതുണ്ടല്ലോ വലുതായി നിൽക്കുന്നത് ഞാൻ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയത്. അതുകൊണ്ടാണ് ഇത്രയും വളർന്ന് നിൽക്കുന്നത്. അതിൻ്റെ കളർ കണ്ടോ. നമ്മുടെ സാധാ ചുവന്ന ചീരയെക്കാളും ഇത്ര ലൈറ്റ് കളറായിട്ട്. മറ്റേത് നമ്മുടെ ചുവന്ന ചീര നല്ല കടും ചുവപ്പ് കളറല്ലേ. ഇത് നമ്മുടെ റെഡ് റോസ് ചീര പാകി നിർത്തിയതാണ്. ഇതിനകത്തുനിന്ന് കുറേ പറിച്ച് ഞാൻ നേരത്തെ കാണിച്ചെടുത്ത് മാറ്റി നട്ടതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മല്ലിയൊക്കെ ഞാൻ ഓരോ ട്രിപ്പ് പറിക്കുന്നതിന് വീണ്ടും അങ്ങനെ പാകി ചാക്കിലൊക്കെ ആയിട്ട് പാകി. അതുപോലെ വേസ്റ്റായി നമ്മുടെ ഗ്യാസ് അടുപ്പിലൊക്കെ പാകിയതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആകാശവെള്ളരിയാണ്. അപ്പോൾ ഇത് ഇത്തിരി കായ്ക്കാനൊക്കെ കുറച്ച് താമസമാണ് കേട്ടോ. പെട്ടെന്നൊന്നും കായ്ക്കുകയല്ല. അപ്പോൾ അതും അങ്ങനെ പടർത്തി കയറ്റി വിട്ടിട്ടുണ്ട്. കായായില്ല കേട്ടോ. പീച്ചിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ വള്ളിയൊക്കെ കണ്ടിച്ച് കളഞ്ഞു വീണ്ടും കയറ്റി വിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കയറ്റി വിട്ടതേ ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. പൂവൊക്കെ ഇട്ട് കായ്ക്കാൻ തുടങ്ങി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ തക്കാളി ഏരിയൊക്കെ എടുത്ത് ഞാൻ നട്ട് ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അതാണ് കേട്ടോ. ഇപ്പോൾ ഇടകലർത്തിയായിട്ട് ഞാൻ കുറച്ച് ചീരയും നട്ടില്ലായിരുന്നു. ചീരയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഈ ഒരു കാണുന്നത്. ചീരയും തക്കാളിയും കൂടെ ഉഷാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഒന്നും അങ്ങനെ നട്ടതൊന്നും അങ്ങനെ പോയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് നമ്മൾ തക്കാളി നട്ട വീഡിയോ ഒക്കെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇതൊക്കെ നമ്മുടെ വയലറ്റ് കളറുള്ള വഴുതനയാണ്. അപ്പോൾ അതങ്ങനെ ഒരു ഭാഗത്തുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ പച്ചച്ചീര ഉണ്ടല്ലേ പൂത്ത് നിൽക്കുന്നുണ്ടോ. ഇതാണ് ഇതിൻ്റെ വിത്ത് വീണ്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പ് നിറച്ചും പച്ചച്ചീരയായിരിക്കും.
ഇത് മഞ്ഞ വഴുതനയൊന്നും അല്ല കേട്ടോ, നമ്മൾ വിത്തിന് നിർത്തിയേക്കുന്നതാണ്. വെള്ള വഴുതന ഒരുപാട് പേര് വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയ നമ്മുടെ വെള്ള വഴുതനയാണ് കേട്ടോ. വെള്ളം ഉണ്ട വഴുതന. ഇത് നമ്മുടെ വെങ്ങേരി വഴുതനയാണ്, നീളം വെക്കുന്ന ടൈപ്പ്. ഇതൊക്കെയാണെങ്കിലും അങ്ങനെ കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. നമ്മുടെ വഴുതന കുഞ്ഞിതാണെങ്കിലും കായ്ച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ പജിമുളക്, ഇതൊക്കെ ഞാൻ ഒരുപാട് പറിച്ച് കഴിഞ്ഞ മുളകാണ് കേട്ടോ പജിമുളക്. പിന്നെ ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര, നമ്മൾ ഗ്രോ ബാഗ് നട്ടതായിരുന്നു, പക്ഷേ ഇതാ പടർന്നു ഒരുപാട് നമ്മൾ മണ്ണിലേക്കും പടർന്നേ. പിന്നെ നമ്മുടെ കപ്പയൊക്കെ ഉണ്ടല്ലേ, കപ്പയ്ക്ക് കാവൽക്കാരൻ അവിടെ ഉണ്ട് കേട്ടോ. ഇതാ കപ്പയെ പന്നി കൊണ്ടുപോകുന്നുണ്ടോ നോക്കി നിൽക്കാൻ ഒരാളെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് ഉണ്ടോ, നമ്മുടെ പച്ചമുളക്, നല്ല വലിപ്പമുള്ള മുളകും തിങ്ങി നിറഞ്ഞ് കായ്ച്ച് വയ്ക്കുന്ന നമ്മുടെ പച്ചമുളക്. അത്യാവശ്യം നമുക്കേ ഇതുപോലെയൊക്കെ എല്ലാ കൂട്ടം ഓരോന്നും ഈ രണ്ടൊക്കെ നട്ടാൽ ഒന്നിനും കൊതി തോന്നാതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ മുളകൊക്കെ അളിഞ്ഞാൽ എല്ലാം കൂടി ഇടകലർത്തി നട്ടാണ് കേട്ടോ. നമ്മുടെ പച്ചമുളകും അതേപോലെ തന്നെയാണ്. അതിനിടയ്ക്ക് കുറച്ച് നമ്മൾ വെന്തിച്ചെടിയും അതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ആ കൂടത്തിൽ നമ്മുടെ വെണ്ടയുണ്ട്, ഉള്ളി, ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഇതും ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത ചാക്കിലൊക്കെ നട്ടു കൊടുത്തു. ഇപ്പോൾ തക്കാളിയൊക്കെ കണ്ടില്ലേ, ഇത്ര വളർന്നു വന്നപ്പോഴത്തേക്കും നമുക്ക് പൂടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചീര, അപ്പോൾ ഞാനിത് ഇതിനകത്ത് കണ്ടോ, നമ്മൾ ഉരുളക്കിഴങ്ങ് നട്ടാണ് കേട്ടോ. അതിനകത്തേക്കൂടെ നമ്മുടെ മയിൽപ്പീലി ചീര കണ്ടോ, ഇതൊക്കെ മയിൽപ്പീലി ചീരയാണ് കേട്ടോ. അതിൻ്റെ ഇല കണ്ടോ, മയിൽപ്പീലി പോലെ തന്നെയായിട്ട്. ഇതൊക്കെ ഞാൻ ചാക്കിൽ നട്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങും ഉണ്ട് ആ കൂടത്തിൽ തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് ചാക്കിൽ, അതായത് നമ്മുടെ സിമൻറ്റ് ചാക്കിലാണ് കേട്ടോ മിക്സാക്കി നട്ടതാണ്. ഇത് ഞാൻ നമ്മുടെ വഴുതന, അതായത് വെള്ള ഉണ്ട വഴുതന പാകിയതായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഒരുപാട് പറിച്ച് നട്ടു, ബാക്കി നിന്നു അതൊക്കെ. ഇത് നമ്മുടെ ക്യാരറ്റ് നട്ടതും സിമൻറ്റ് ചാക്കിൽ നട്ട നമ്മുടെ ക്യാരറ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ആണല്ലേ ഇതുപോലെ സിമൻറ്റ് ചാക്കിൽ നട്ട് ഞാൻ കമ്പൊക്കെ കുത്തി ഏകദേശം ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഓരോ സ്റ്റേജും അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അതുപോലെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീരുന്നതിനനുസരിച്ച് നമുക്ക് എപ്പോഴും തന്നെ നമുക്ക് വീട്ടിലുണ്ടാകും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. എപ്പോഴും ഓരോ വിളവ് കഴിയുമ്പോഴും അടുത്തത് നമുക്ക് കിട്ടുമല്ലോ. ഇത് നമ്മുടെ മയിൽപ്പീലിച്ചീര ഇതാ പൂത്ത് നിൽക്കുന്നുണ്ടോ, വിത്തെടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ, പറിക്കാതെ. അങ്ങനെ അതൊക്കെ ഒരുപാട് വളർന്ന് പൂവൊക്കെ നിറച്ചായി. ഇത് നമ്മുടെ പാൽച്ചീരയാണ്. പാൽച്ചീര ഇതുപോലെ ഞാൻ പാകി പറിച്ച് നട്ടതാണ് ഇതൊക്കെ പാൽച്ചീര. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് ഇതിൻ്റെയൊക്കെ വിത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഞാൻ ഇതുപോലെ പറിക്കാതെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാൽച്ചീരയുടെയൊക്കെ ആണെങ്കിലും ബ്ലാത്താങ്കര ചീരയുടെയും ചുവന്ന ചീരയുടെയും ഒക്കെ. നമ്മുടെ ക്യാബേജും ഉണ്ട്, അതുപോലെ തന്നെ കോളിഫ്ലവറും ഉണ്ട്. അത്യാവശ്യം നമുക്ക് എല്ലാ കൂട്ടവും ഓരോന്നുണ്ടെങ്കിൽ കാണാനും രസമാണ്, അതുപോലെ കഴിക്കാനാണേലും. ഇതൊക്കെ നമ്മുടെ നിത്യവഴുതന ഉണ്ടാവും, നല്ല രീതിയിൽ കഴിക്കുന്ന നമ്മുടെ നിത്യവഴുതനാണ് കേട്ടോ. പിന്നെ നമ്മുടെ മത്തനൊക്കെ ആണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ പടർന്ന് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും അടുത്തതൊക്കെ ഇതുപോലെ പാകി നട്ടതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പച്ചവഴുതന, ഇതൊക്കെ കണ്ടില്ലേ നല്ല രീതിയിൽ കായ്ക്കുന്ന നമ്മുടെ പച്ചവഴുതന. ഇനി മത്തനൊക്കെ ആണല്ലേ ഇനി കായ്ച്ചില്ലെങ്കിലും നമുക്ക് ഇലതോരൻ വെക്കാലോ, അങ്ങനെയെല്ലാം നമുക്ക് ഉപകാരം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് എല്ലാ കൂട്ടവും ഓരോന്നൊക്കെ നമ്മളിതുപോലെ നമ്മുടെ കുഞ്ഞടുക്കള തോട്ടത്തിൽ നടാൻ എല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ. ഇത് പിന്നെ നമ്മുടെ കുറ്റി കുരുമുളക്, ചുവന്ന പയർ, കുറ്റി കുരുമുളകൊക്കെ ഇതുണ്ടല്ലോ ഗ്രോ ബാഗിലാണ് കേട്ടോ. ഒക്കെ നല്ല ചട്ടിയിൽ നട്ടിട്ടുണ്ട്, അതുപോലെ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. ഒക്കെ ഇതാ ചരടിട്ട് നയിച്ച് മുളകാകാനുള്ള ചരടൊക്കെ ആയി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വളങ്ങളൊക്കെ ഇട്ടെടുത്ത് ഇതുപോലെ നമുക്ക് പടർത്തിയെടുത്താലേ നമുക്ക് എന്താ പറയണ്ടേ, നല്ല മരത്തിലൊക്കെ കഴിച്ച് വിടുകയും വേണ്ട, അത്യാവശ്യം നമുക്ക് പറിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ഏത്തവാഴ കണ്ടോ, ഇതൊക്കെ ഞാൻ ഏത്തവാഴ നടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നട്ട നമ്മുടെ ഏത്തവാഴ ഏകദേശം കുലച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള നമ്മുടെ അടുക്കള തോട്ടത്തിലെ ഏത്തവാഴയാണ്. അതും നമ്മുടെ ജൈവ രീതിയിലൊക്കെ നട്ടിട്ട്. പിന്നെ ഇതേ നമ്മുടെ സപ്പോട്ട കണ്ടോ നിറച്ച് കായ്ച്ച് കുറേ നമ്മൾ അത്യാവശ്യം പറിച്ചെടുത്താണ് കേട്ടോ. വീണ്ടും നല്ല രീതിയിലൊക്കെ പൂവൊക്കെ ഇട്ട് നിറയെ കായും ആവുന്നുണ്ട്. നമ്മുടെ ചുണ്ടില്ലാക്കണെന്ന് പറയുന്നൊരു ടൈപ്പ് വാഴയില്ലേ, അതാണ് കേട്ടോ. അതായത് ചുണ്ടില്ലാതെ ചുണ്ടിൻ്റെ അറ്റത്ത് വരെ കായ ഉണ്ടായിട്ടേ ചുണ്ടങ്ങ് പൊഴിഞ്ഞു പോയല്ലേ, ആ ഒരു ടൈപ്പ് നമ്മുടെ ചുണ്ടില്ല പൂവൻ. നമ്മുടെ ഹൈബ്രിഡ് പേര നമ്മൾ ഒരുപാട് വലിപ്പം വെക്കുന്ന സൈസ് പേരയ്ക്കാണ് കേട്ടോ. അതായത് പേരയൊട്ട് അധികം വലിപ്പം വെക്കില്ല, പക്ഷെ പേരയ്ക്ക നല്ലോണം വലിപ്പം വെക്കും. ഇത് നമ്മുടെ നാടൻ പേരയാണ്. അതും നിറച്ച് കായുണ്ട്. പിന്നെ നമ്മുടെ നാടൻ പപ്പായ, പിന്നെ നമ്മുടെ റെഡ് ലേഡി പപ്പായ, അത് പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ റെഡ് ലേഡി പപ്പായ. പിന്നെ ഉണ്ട് നമ്മുടെ ആത്തച്ചക്കയാണ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞടുക്കള തോട്ടത്തിൽ ഇത്തിരി ഫ്രൂട്ട്സും പച്ചക്കറികളും പൂച്ചെടികളും ഒക്കെ. എങ്ങനെയുണ്ട്, ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുവല്ലേ.